ഹായ്, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോറിലൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് കറി തയ്യാറാക്കാമെന്നുള്ളൊരു ചിന്ത വരാൻ നേരം നമുക്ക് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു മാക്സിമം ഒരു 10 മിനിറ്റിന്റെ കുക്കിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയല്ല, മല്ലി എടുത്തിരിക്കുന്നത്. ഒരു 3 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം, ചെറിയ ജീരകം, അത് രണ്ടും 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില, ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 5 കോഴിമുട്ട ഇതുപോലെ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. കാരണം വെളിച്ചെണ്ണയ്ക്ക് അതിൽ അന്നേരം ഇത് വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്ക് അയക്കാൻ വേണ്ടി നമ്മളൊന്ന് ടിഷ്യൂ പേപ്പറോടൊന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ നമുക്ക് കറിവേപ്പില മാത്രം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് മാത്രം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില കിട്ടുന്ന ഇളക്കിയെടുത്താൽ മതി, കുഴപ്പമില്ല. അല്ലെ കറിവേപ്പില പെട്ടെന്ന് മൂത്ത് പോകാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ചേർത്താൽ മതി, കുഴപ്പമില്ലെന്ന്. ഇതുപോലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി. ഇന്ന് നമുക്കിത് ഈ മുളക് പൊടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് അതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട, ഇതുപോലൊന്ന് അരച്ചെടുത്താൽ മതി. ഒന്നും അരക്കുമല്ല, പൊടിച്ചെടുത്താൽ മതി കേട്ടോ, സോറി. അപ്പം പൊടിച്ചെടുത്താൽ മതി, വെള്ളം ചേർക്കല്ലേ. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഐറ്റം കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മുടെ മസാലയുടെ ഒരു ഐറ്റം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇപ്പം ഞാൻ എൻ്റെ അതിൻ്റെ ഈ ഒരു മസാലയ്ക്കകത്ത് ഇപ്പം ചേർക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് ചേർക്കുന്ന കാര്യം പറഞ്ഞുതരാം. അപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് മുട്ട ഇനിയും ഓരോന്നും മുറിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ 2 പീസാക്കാം. ഞങ്ങൾ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. കോഴിമുട്ട ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടാൽ മതി, കാരണം ഒന്നായിട്ട് തന്നെ ഇടണ്ട. അപ്പോൾ നമ്മുടെ മസാലയൊന്നും കറക്റ്റായിട്ട് അതിനകത്ത് പിടിക്കത്തില്ല ഫ്രൈ ചെയ്യാൻ നേരം. എന്നിട്ട് നമുക്ക് ഒരു ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ മുട്ടയും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാലയുടെ ആ ഒരു കൂട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി, കാരണം നമുക്കപ്പോൾ എല്ലാ മുട്ടയിലും അതിൻ്റെ ആ ഒരു മസാല കിട്ടും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മസാല മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി മസാല ഇട്ട് കൊടുക്കണ്ട, അതിനുള്ള ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് വിതറി കൊടുത്താൽ അപ്പം കറക്റ്റായിട്ട് എല്ലാ മുട്ടയിലും ഇതുപോലെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പം ഉപ്പും അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ഇവിടെ ചേർക്കാൻ വേണ്ടി വരുന്നത്. ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിടുക. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലോ ഫ്ലെയിം വെച്ച് മാത്രം ചെയ്താൽ മതി. ഇതിന് മസാല കരിഞ്ഞു പോകല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പം തിരിച്ചും മറിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. ബാക്കിയുള്ള മസാല ഇതിന് മുകളിലോട്ട് ലോ ഫ്ലെയിമിൽ മാത്രം തീ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെക്കല്ലേ. ഇതിൻ്റെ മസാല കരിഞ്ഞു പോയെങ്കിൽ പിന്നെ നമുക്ക് രുചി വ്യത്യാസം എല്ലാം വരും. മസാല കരിഞ്ഞു പോകല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബാക്കിയുള്ള മസാലക്കൂട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ഒരു ഐറ്റം ചേർക്കാനുണ്ട്. അതിനാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കരിഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 മുറി നാരങ്ങ ഇതുപോലെ മണ്ടയ്ക്ക് പിഴിഞ്ഞൊഴിക്കുക. ഇതുപോലെ 1/2 മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും സംഭവം മാത്രം ചെയ്താൽ മതി. ഇനിയും ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പിന് കുറവുണ്ട് സ്വല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു ബാലൻസിങ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചപ്പാത്തിയിലൂടെയും ഒക്കെ ഒരു റെസിപ്പിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും അറിയിക്കുക. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഉറപ്പായിട്ടും കുക്ക് ചെയ്യാൻ നോക്കുക. താങ്ക് യു.
താങ്ക്സ് ഫോർ വാച്ചിങ്.